ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കടയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ തൊട്ടടുത്തൊരു കടയിൽ ചീനി ഇരിക്കുന്ന കണ്ടായിരുന്നു. എങ്കിൽ പിന്നെ വൈകിട്ട് അത് പുഴുങ്ങാമെന്ന് വിചാരിച്ച് ഞാനത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അങ്ങനെ ചീനി കഴുകി വൃത്തിയാക്കി 2 കഷ്ണങ്ങളാക്കി അടപ്പത്ത് വെച്ച്. എന്നാൽ പുള്ളി കടക്കാരൻ പറയുകയും ചെയ്തായിരുന്നു, കാരണം മോളെ നോക്കിക്കോണേ, പിന്നെ പെട്ടെന്ന് വേവുന്ന ചീനിയെ ചൂട് തട്ടുമ്പോഴത്തേക്ക് വേവുന്ന ചീനിയ. ശരിയായിരുന്നു പുള്ളി പറഞ്ഞത്. പിന്നെ അതിനുവേണ്ടി നമുക്ക് ചമ്മന്തി വേണമല്ലോ. അതിന് കൊച്ചുള്ളിയും മുളകും മുളകും പുളിയും മുളക് പൊടിയും എല്ലാം കൂടെ മിക്സിയിലോട്ടിട്ടപ്പോൾ ദാ കിടക്കുന്ന നമ്മുടെ കറണ്ട് അങ്ങ് പോയി. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് കറണ്ട് അങ്ങ് പോയാൽ ഞാൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നോക്കിയിരിക്കും ഇതെല്ലാം കൂടെ എടുത്തിട്ടിട്ട്. പക്ഷേ വന്നില്ല. അന്നേരം എൻ്റെ റിച്ചുകുട്ടൻ പറഞ്ഞു, അതിനൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കല്ലിലൊന്ന് അരച്ച് നോക്കാമെന്ന്. അങ്ങനെ അവൻ പോയി കല്ലെടുത്തോണ്ട്. എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല, ജോലിപ്പാടാണല്ലോ എന്ന് വിചാരിച്ച്. അങ്ങനെ അവൻ പോയി കല്ലെടുത്തുകൊണ്ട്, മണ്ണൊക്കെ കയറി കിടന്ന കല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നല്ലതുപോലെ കഴുകി അത് വൃത്തിയാക്കിയിട്ട് അതിനകത്തൊന്ന് അരയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഒന്ന് ചതച്ചതേ ഉള്ളൂ. കൊച്ചുള്ളിയല്ലേ, വലുതായിട്ട് ചമ്മന്തിയായിട്ടാക്കിയില്ല, ചെറിയ രീതിയിലൊന്ന് ചതച്ച് റെഡിയാക്കി എടുത്ത്. പിള്ളേരുടെ ഒരാഗ്രഹമല്ലേ, അതുകൊണ്ട് ഞാനും വിചാരിച്ചു കുറേ നാളായി കല്ലിനകത്ത് അരച്ച ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചമ്മന്തി റെഡിയാക്കി എടുത്തു. ചെറുതായിട്ടൊന്ന് ചതച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. റെഡിയാക്കി എടുത്തു. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ ചീനിയും വെന്തും റെഡിയായി. അങ്ങനെ ഞങ്ങളെ ചമ്മന്തിയും ചീനിയും രാവിലെ വറുത്ത മത്തി ഉണ്ടായിരുന്നു, അതും കൂടെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുകയായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. കുറേ നാളായി അത് കഴിച്ചിട്ട്, അതുകൊണ്ടായിരിക്കും രുചിയായിട്ട് തോന്നിയത്. ഇത്രയേ ഉള്ളൂ. ടാറ്റ, ഓക്കെ, ബൈ, സി യു.